സമനില തെറ്റി എന്ന് മുഖ്യമന്ത്രിയുടെ സമനിലയാണ് തെറ്റിയിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഏറ്റവും ശത്രുവായി കാണുന്നത് ഈ മുഖ്യമന്ത്രിയാണ്. കാരണം ജനജീവിതം മുഴുവൻ ദുരിതത്തിലാഴ്ത്തി നാട്ടുകാരുടെ പൈസയിൽ ഈ നവകേരള സദസ്സ് നടത്തി രാഷ്ട്രീയം പറയുന്ന ഈ മുഖ്യമന്ത്രിയെ കേരളത്തിലെ ജനങ്ങൾ വെറുക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി, ജനങ്ങളാൽ ആട്ടിയോടിക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയന് പടിയിറങ്ങേണ്ടി വരും. ഇയാളുടെ അവസാനത്തിന്റെ ആരംഭമാണ് ഈ സംഭവങ്ങളിലൂടെ കാണുന്നത്. എന്തൊരു ധിക്കാരമാണ്! എല്ലാവരെയും തല്ലിയൊതുക്കി മിടുക്കനായി ഭരിക്കാമെന്ന് മുഖ്യമന്ത്രി കരുതണ്ട. ആ കസേരയിൽ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ സാഡിസ്റ്റാണ്. ആരാന്റെ മക്കളെ റോട്ടിലിട്ട് തല്ലിക്കൊല്ലുമ്പോൾ, ചവിട്ടിക്കൂട്ടുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ക്രിമിനൽ മനസ്സുള്ള സാഡിസ്റ്റാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അതുകൊണ്ട് ഈ ക്രിമിനലായ പോലീസുകാരെ മുഴുവൻ ഞങ്ങൾ അവരുടെ നാട്ടിലും ഈ സംസ്ഥാനത്ത് മുഴുവൻ അവരെ എക്സ്പോസ് ചെയ്യും. ഞങ്ങൾ വിചാരിച്ച അവനൊന്നും അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല പുറത്തേക്ക്. അതിനൊക്കെയുള്ള കോൺഗ്രസുകാർ നാട്ടിലുണ്ട്. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളിത് സംഘർഷഭരിതമാക്കരുത് എന്ന് കരുതിയാണ്. ഈ സംഘർഷം തെരുവിലേക്ക് കൊണ്ടുപോകരുത് എന്ന് ആഗ്രഹിച്ച് ഞങ്ങളാണ് സംയമനം പാലിച്ചത്. പക്ഷേ എല്ലാ മര്യാദയുടെ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ധിക്കാരവും ജനങ്ങളുടെ നെഞ്ചത്തൂടിയുള്ള ഈ തേരോട്ടവും നടത്തുന്നത്. ഇയാളുടെ ധാരണ ഇയാൾ മഹാരാജാവെന്നാണ്. മഹാരാജാവ് എഴുന്നള്ളുമ്പോ ഒരു പ്രതിഷേധവും പാടില്ല. രാഷ്ട്രീയ നേതാക്കൾക്കെതിരായി, മുഖ്യമന്ത്രിമാർക്കെതിരായി, EM നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി നമ്മുടെ രാജ്യത്ത് പ്രതിഷേധം ഉണ്ടായിട്ടില്ലേ? സമാധാനപരമായി റോഡരിയിൽ നിന്ന് കരിങ്കൊടി കാണിച്ചാൽ ഈ മുഖ്യമന്ത്രിക്ക് എന്താ, മഹാരാജാവാണെന്ന് സ്വയം തീരുമാനിച്ചിരിക്കുകയാണ്. അധികാരത്തിന്റെ ധാർഷ്ട്യവും അഹങ്കാരവും തലയ്ക്ക് പിടിച്ച് സമനില തെറ്റിയത് മുഖ്യമന്ത്രിക്കാണ്.